നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഹെയറിൻ്റെ ടിപ്പാണ്. നമുക്കിപ്പോൾ അത് അത്യാവശ്യമുള്ളൊരു ഹെയറിൻ്റെ ടിപ്പും കൂടിയാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീസണിൽ മഞ്ഞ സീസൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള നമ്മുടെ സ്കിന്നിനായാലും തലമുടിക്കായാലും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കണ ഒരു സീസൺ കൂടിയാണ് അല്ലേ. അപ്പോൾ തലയിൽ താരനില്ലാത്തവർക്ക് വരെ താരൻ നിറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് എനിക്കും കൂടി വന്നതുകൊണ്ടാണ് കേട്ടോ. എനിക്ക് തലയിൽ താരനേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട്. അത് നമ്മൾ പിരികം ത്രെഡ് ചെയ്യാൻ പോയപ്പോഴാണ് പിരികത്തുമ്മ അത് വന്നത് കണ്ടത്. പിന്നെ തലയിലേക്ക് ഇത്തിരി ചൊറിച്ചിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോഴും ഞാൻ തലയിൽ താരം വന്നെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നിട്ട് മോളെ കൊണ്ട് നോക്കി വെച്ചപ്പോഴാണ് നമുക്ക് തലയിലേക്ക് അത് വന്ന് പെട്ടു എന്നുള്ളത്. വന്ന് പെട്ടാൽ പിന്നെ നമ്മുടെ മുടിയുള്ളത് മുഴുവൻ കൊഴിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് അങ്ങനെ വന്നെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഇനിയൊന്നും ചെയ്യാനില്ല എന്നുള്ള ധാരണയിലൊന്നും വേണ്ട. നമുക്ക് നമ്മുടെ നേച്ചുറൽ ടിപ്പിലൂടെ തന്നെ അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ഇതുണ്ടല്ലോ ആര്യവേപ്പിൻ്റെ ഇല. അത് വെള്ളം തിളപ്പിച്ചിട്ട്, അതായത് ഒരു ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് ആക്കി എടുത്തിട്ട് അത് നമ്മൾ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ താരൻ്റെ ശല്യം കളയാനായിട്ട് വളരെ നല്ലൊരു ടിപ്പാണ് ഇപ്പോൾ ഈ സീസണിൽ. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സുലഭമായിട്ട് എല്ലായിടത്തും കിട്ടും. അപ്പോൾ ഒരു പിടി എടുത്തിട്ട് തിളപ്പിച്ചിട്ട് അതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് തലയിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കുക. ഡെയിലി അത് ചെയ്യാം കേട്ടോ. അപ്പോൾ തന്നെ നമുക്കത് കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറ്റാർവാഴ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയൊക്കെ ഇട്ടിട്ട് നമ്മളൊരു പാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അടിപൊളി റിസൾട്ടാണ്. പിന്നെ ചിലപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ചോദിക്കാം, ഇതൊക്കെ ചെയ്തിട്ടും ചേച്ചിയുടെ മുടി എന്തെങ്ങനെ? ചേച്ചിയുടെ മുടി ഇപ്പോൾ വെട്ടിയതാണ് കേട്ടോ. എനിക്കങ്ങനെ ഇനിയിപ്പോൾ അധികം ലെങ്ത്തിലേക്ക് കൊണ്ടുപോകണ്ടെന്ന് വെച്ചിട്ടാണ്. അടിയിലേക്ക് എത്തുന്തോറും ഇങ്ങനെ കനം കുറഞ്ഞ് വരാം. അപ്പോൾ ഉള്ളത് നല്ല തിക്നെസ്സായിട്ട് നിന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് എനിക്കിപ്പോൾ സൗകര്യമായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ മുടിയുടെ വീഡിയോസൊന്നും നമ്മൾ ഇട്ടിട്ടില്ല. അപ്പോൾ ഇത് നല്ലൊരു ടിപ്പാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. അത് കഴിഞ്ഞ് വന്നിട്ട് അതെങ്ങനെ ഞാൻ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി പറഞ്ഞുതരാം കേട്ടോ. കറ്റാർവാഴ, പനികൂർക്കയുടെ ഇല, അതുപോലെ തന്നെ ഒരു സവോള, പിന്നെ കറിവേപ്പിൻ്റെ ഇല, ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ തൈരിലാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. തൈര് നല്ലൊരു താരം പോകാനായിട്ട് അടിപൊളിയാണ്. എന്നിട്ട് അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തലയിൽ പൊടി അങ്ങനത്തെ കഴുകി കളയുമ്പോൾ ഉണങ്ങിയാലും ആ തലയിലേക്ക് ആ ഒരു പൊടിയുടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. അതിലൊന്നുമില്ല. ചിലപ്പോൾ അങ്ങനെ പാക്കായിട്ട് തേക്കുന്നവർക്ക് അങ്ങനെ തേക്കില്ലെങ്കിൽ അരിച്ചെടുത്തിട്ട്, ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഒരു കോട്ടണിൽ മുക്കിയിട്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ നല്ല പോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അത് നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് തലയിലൊക്കെ താരനുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഇങ്ങനെ ഇളകി അത് പോവാനായിട്ടുള്ള ഒരു സാധ്യത. അല്ലാതെ വെറുതെ നമ്മളത് സ്പ്രേ അടിച്ചു കൊടുത്തിട്ട് മുടി കെട്ടി വെച്ചിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ആദ്യം ഒന്ന് ഈരിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്താൽ നമുക്ക് താരനുണ്ടെങ്കിൽ തന്നെ അത് കട്ടിയുള്ളത് ചെറിയ പൊടി താരനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പാക്കിലൂടെ പോവും. കട്ടിയുള്ള താരനൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അതൊരു പ്രാവശ്യം ചെയ്തുകൊണ്ട് അത് പോവില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയണകളൊക്കെ ഉണ്ടല്ലോ, കിടക്കുന്ന തലയണകളൊക്കെ ഒന്ന് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് വാഷ് ചെയ്യുക. പിന്നെ നമ്മുടെ തോർത്തുമുണ്ട് അതൊക്കെ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കാതെ സ്വയം അവരാരും തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ അത് പകരാണ്ട് കഴിയും. അല്ലെങ്കിൽ നമുക്ക് ഈ ചൊറിച്ചിൽ നമ്മുടെ മറ്റുള്ളവരുടെ തലയിലേക്കും കൂടിയിട്ട് വരും. പിന്നെ നമുക്ക് കക്കന വേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ നമ്മുടെ കറ്റാർവാഴയും നമ്മുടെ നല്ല വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് അരച്ചിട്ട് തലയിൽ ഇട്ടാലും നല്ലതാണ്. അത് പോരാത്തതിന് നമുക്ക് മുടി കറുപ്പിക്കാനും വളരെയധികം സഹായിക്കണമെന്നാണ് കേട്ടോ. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ മുടിയിൽ ഒരു നര പോലും വന്നിട്ടില്ല. ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ നമുക്ക് വയസ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെക്കാളും ചെറിയ കുട്ടികൾക്ക് വരെ നര വന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ നമ്മൾ നരേനെ തടുക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കറിവേപ്പിൻ്റെ എല്ലാം നിങ്ങൾ എല്ലാ പാക്കിലും പരമാവധി ഉപയോഗിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് തലയിലേക്ക് നല്ലൊരു കറുപ്പ് കിട്ടാനായിട്ട് വളരെയധികം സഹായിക്കണമെന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ചായയിലയുടെ സ്പ്രേ, ചായയില 2 ടീസ്പൂൺ ചായയില എടുത്ത് തിളപ്പിച്ചിട്ട് അത് ഒരു അര ഗ്ലാസ് ആക്കി എടുത്ത് അത് തലയിൽ സ്പ്രേ ചെയ്യുക. അപ്പോൾ ആ ചായയിലയുടെ ആ ഒരു കറയുണ്ടല്ലോ ആ തലയിലേക്ക് പിടിച്ചാൽ തന്നെ നമുക്ക് നര വരുന്നുണ്ടെങ്കിൽ തന്നെ അതിനവിടെ പിടിച്ചു നിർത്തും. അതുപോലെ തന്നെ നമ്മുടെ
മുടി ഇങ്ങനെ വളർച്ച. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് 2 ഗുണം കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ രീതിക്കാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത് കേട്ടോ. അപ്പം മുടി കറുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ചയെ കൂട്ടിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ ഒരു പാക്കും അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള പാക്കും നമുക്ക് താരം പോണതിനൊപ്പം തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആക്കി എടുക്കാനും മുടീനെ നല്ല രീതിക്ക് നല്ലൊരു ഷൈനിങ്ങോട് കൂടി കൊണ്ടുവരാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടിയെടുക്കാനും ഒക്കെ പറ്റിയിട്ടുള്ളതാണ്. താരം പോകാൻ മാത്രമല്ല ഇതിനൊക്കെ ഉപയോഗിച്ചതാണ്. അപ്പോൾ നമുക്ക് ഒരു പാക്ക് 2 ഉപയോഗമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നാച്ചുറൽ പാക്കുകൾ നമ്മൾ പരമാവധി ഉപയോഗിക്കാൻ നോക്കുക. പിന്നെ നമ്മൾ പനികൂർക്കയുടെ ഇലയിട്ടത് എല്ലാവർക്കും എല്ലാ പാക്കും പറ്റില്ല. അപ്പോൾ ജലദോഷം വരാതിരിക്കാനാണ് നമ്മളതിട്ടത്. പോരാത്തതിന് മുടി കറുപ്പിക്കാനും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയ്ക്കുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യണം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.